ശശി തരൂർ എന്തുദ്ദേശിച്ചാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോഴിതാ ഇന്ദിരയെയും അതുപോലെ സഞ്ജയിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ് ശശി തരൂർ. കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കട്ടെ എന്നാണോ ശശി തരൂരിൻ്റെ താല്പര്യം? ഈ പുറത്താക്കുന്നതും അകത്താക്കുന്നതും തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്. പക്ഷെ സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്, അവരാണ് ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതെന്താണ് ശശി തരൂർ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചവരുണ്ടല്ലോ, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത അത്തരം നേതാക്കളാണ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായത്. ഇദ്ദേഹം BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് ഇപ്പോൾ നാം സന്ദേശ സിനിമയിൽ കണ്ടിട്ടില്ല. വലിയ രീതിയിൽ ചർച്ച നടക്കും. ആ ചർച്ചയിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നേതാക്കൾ ഇദ്ദേഹത്തിനെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ ക്ഷണിക്കണമോ, അദ്ദേഹം ഇപ്പോൾ BJP ആണോ എന്ന സംശയത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. എന്തായാലും ശശി തരൂർ കുറച്ച് നാളുകളായി തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായി തന്നെ തുടർച്ചയായി തന്നെ, ചിലപ്പോൾ നാം വിചാരിക്കാം ഈ ഏതെങ്കിലും ഒരു നേതാക്കൾ ഒരു തവണയെങ്കിലല്ലേ, ഇപ്പൊ ഏറ്റവും അവസാനം ഈ സജി ചെറിയാൻ ജോർജ് കുര്യനെ പുകഴ്ത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ്. അത് ചിലപ്പോൾ ഒരു വേദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരാമർശമായിരിക്കും. പക്ഷെ ഇത് നിരന്തരം BJP വക്താക്കൾ പോലും നരേന്ദ്രമോദി ഇങ്ങനെ പുകഴ്ത്തുന്നില്ല, കോൺഗ്രസിന് ഇങ്ങനെ വിമർശിക്കുന്നില്ല നിരന്തരം. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അദ്ദേഹത്തിന് ഓവർ ഡ്യൂട്ടി ആയിരുന്നു. BJP നേതാക്കൾ വിശ്രമത്തിൽ. BJP വക്താക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ മോദിയെ പുകഴ്ത്തുന്നതെന്ന് കണ്ടിട്ടില്ല. അവർ സൈനികരെ ആണ് വലിയ രീതിയിൽ പുകഴ്ത്തുന്നത്. സൈനികരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയതെന്നും അവർ മൗനത്തിലായിരുന്നു. ആ ഒരു സൈനികരെ കുറിച്ചും പറയാൻ പോയില്ല, രാഷ്ട്രീയവും പറയാൻ പോയില്ല, അല്ലേ? അവർ അങ്ങ് നേരെ ഏൽപ്പിച്ചു കൊടുത്ത ആരാണ്? സൈനികരെ തന്നെയാണ്. അവരാണ് എന്താണ് നിലപാടെന്ന്. ആര് പാകിസ്ഥാനെ ആക്രമിച്ചോ, അത് ഇന്ത്യയുടെ എന്തെങ്കിലും വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ, എവിടെയെല്ലാം തിരിച്ചടി നൽകി, പാകിസ്ഥാന്റെ എത്ര ഭീകരവാദികൾ കൊല്ലപ്പെട്ടു, എത്ര കെട്ടിടങ്ങൾ തകർന്നു, എല്ലാം പറയുന്നത് രാഷ്ട്രീയ നേതാക്കളോ മറ്റ് പ്രധാനമന്ത്രിയോ BJP വക്താക്കളോ അല്ല. അതെല്ലാം സൈന്യത്തിന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമാണ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അതൊക്കെ പറഞ്ഞു. പക്ഷെ BJPക്ക് വേണ്ടി കൃത്യമായി സംസാരിക്കാൻ ശശി തരൂർ ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് ചിഹ്നത്തിൽ വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം കൃത്യമായി തന്നെ എന്താണ് ആവശ്യം അത് തന്നെ. അപ്പുറത്തുനിന്ന് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി BJPയെയും പ്രധാനമന്ത്രിയെയും കുറ്റം പറയുന്നു. ഈ അതേ കോൺഗ്രസിന്റെ ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ ആരോപണം മുനയൊടിക്കുന്ന കാഴ്ചയാണ്. അതാണ് അദ്ദേഹത്തിന് ഡബിൾ ഡ്യൂട്ടിയാണ്. അദ്ദേഹത്തിന് തന്റെ നിലപാട് വ്യക്തമാക്കുകയും വേണം, ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ മുന ഒടിക്കുകയും വേണം. ആ രീതിയിലുള്ള 2 ഡബിൾ ഡ്യൂട്ടി എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും തുടരുകയാണ്. ഇപ്പോഴുള്ള വർഷം അറിയാമല്ലോ, ഈ വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട 50 വർഷം തികയുകയാണ്. അടിയന്തരാവസ്ഥ ഇപ്പോൾ കാരണം ഈ കാലഘട്ടത്തിൻ്റെ കൂടെ ആവശ്യമാണ്. കാരണം ഫാസിസം എന്ന് നിലവിളിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള നേതാക്കൾ. ഫാസിസത്തിന് വേണ്ടി കൊടിപിടിച്ച നേതാക്കൾ ഇപ്പോൾ നടപ്പാക്കാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിച്ചവർ ഇന്നിപ്പോൾ ഫാസിസമാണ്, മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട എന്നൊക്കെ നിലവിളിക്കുന്നു. ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം മോദിയെ കല്ലെറിയാം, മോദിയെ ചീത്ത പറയാം, മോദിയെ വിമർശിക്കാം, BJPയെ കുറ്റം പറയാം, RSSനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാം, വാക്കുകൾ കൊണ്ട് എഴുത്തുകൊണ്ട് ഒക്കെ ചെയ്യാം. എന്നിട്ടും ഇവിടെ എന്ത് ഫാസിസമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, ഏറ്റവും അവസാനത ഖാർഗെയുടെ മകൻ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ കയ്യിൽ അധികാരം കിട്ടുകയാണെങ്കിൽ EDയെ RSSന്റെ ആസ്ഥാനത്തിലേക്ക് അയക്കുമെന്ന്. അവർ ആരെങ്കിലും അല്ലേ? അങ്ങനെയാണെങ്കിൽ പണ്ട് ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്ന ഒരു അവസ്ഥ ഓർത്തു പോകും. ഇതേ സംഭവം ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് ED അയക്കുമെന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും, അല്ലെ? അദ്ദേഹത്തെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുറത്ത് പ്രതീക്ഷിച്ച ആ രീതിയിലായിരുന്നു. ഒരു പക്ഷേ മരിക്കുന്നത് വരെ സൂര്യനെ കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ യഥാർത്ഥ ഫാസിസ്റ്റ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. അത് ആ കാലഘട്ടത്തിലാണ്, ആ 50 വർഷം തികയുന്ന അന്നാണ് ഈ വർഷമാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരും തുറന്നെഴുതിയിരിക്കുന്നത്. അന്ന് ഫാസിസ്റ്റ് ഇന്ദിരയുടെ ക്രൂരതകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇന്ദിരയുടെ ക്രൂരതകൾ മാത്രമല്ല, സഞ്ജയ് എന്ന ഒരു മകനുണ്ടല്ലോ, അദ്ദേഹം ഡൽഹിയിൽ അഴിഞ്ഞാടിയപ്പോൾ ആയിരക്കണക്കിന് പേരാണ് മരിച്ചു വീഴുന്നത്, അല്ലെ? വന്ധീകരണം, ഒരു ഭാഗത്ത് വന്ധീകരണം, ഒരു ഭാഗത്ത് തെരുവുകൾ ഇടിച്ചു നിരത്തുന്നു. ആ രീതിയിലുള്ള വലിയ ആക്രമണമായിരുന്നു. അന്ന് തന്നെ ആയിരക്കണക്കിന് വീടുകളാണ് ഇടിച്ചു തകർത്തത്. ആ നേതാക്കളാണ് ഇപ്പോൾ ഈ ഭീകരവാദികളുടെയും അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരുടെയും ഗുണ്ടകളുടെയും വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമ്പോൾ വിമർശിക്കുന്നത്.
അല്ലാതെ ഈ സഞ്ജയ് ഗാന്ധി ചെയ്തതുപോലെ അല്ലെ, ഒരു ദിവസം ആ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഈ തെരുവിലങ്ങ് ഇത്തരം വാഹനങ്ങൾ വന്ന് ഇറങ്ങുകയാണ്, ഒരു ഭാഗത്ത് നിന്ന് ഇടിച്ചു പോവുകയാണ്. അല്ലെ, ഡൽഹിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചേരികളാണ് അവിടുത്തെ പ്രശ്നം, അവിടുത്തെ ജനങ്ങളാണ് പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇടിച്ചു നിരത്തുന്നത്. പിന്നീട് നാം വന്ധീകരണം കണ്ടിട്ടുണ്ട്. പുരുഷന്മാരെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി വന്ധീകരണം നടത്തുന്നു. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അതല്ല കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറയണം, അല്ലെ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളാണ് യഥാർത്ഥ ഫാസിസ്റ്റ് എന്ന് ചെയ്തെങ്കിൽ തുറന്നു പറയണം. ആ രീതിയിലുള്ള അതിനുള്ള അന്തസ്സും ധൈര്യവും ഒന്നും അവർക്കില്ല. കാരണം ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ BJPക്കെതിരെ RSSനെതിരെ വിമർശിക്കുന്ന എന്താണ്, ബാബറി മസ്ജിദ് തകർത്തു എന്നത്. അവർ പ്രകടന പത്രികയിൽ പറയുകയാണ് രാമക്ഷേത്രം പണിയുമെന്ന്, അല്ലേ? എല്ലാ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയറിയില്ല, 1984 മുതലുള്ള തുടർച്ചയായുള്ള പ്രകടന പത്രികകൾ പരിശോധിച്ചാൽ നമുക്കറിയാം രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കുമെന്ന് അവർ തുടർച്ചയായി പറയുകയാണ്. അങ്ങനെ അവർ പറയാൻ ധൈര്യം കാണിച്ചു, അതുകൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. അല്ലാതെ ഒരു ഭാഗത്ത് അവർ ചെയ്യുകയും ചെയ്യും, മറുഭാഗത്ത് വന്ന് അയ്യോ ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞാൽ ജനം ഇത്രയും 44 സീറ്റ് 52 സീറ്റ് 99 സീറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും മുട്ട വാങ്ങുക. ഈ ഡൽഹിയിൽ തന്നെ ഉണ്ടല്ലോ 15 വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ആനമുട്ടയാണ് തുടർച്ചയായിട്ട്. അതെ, വലിയ രീതിയിലുള്ള മുട്ടയെ വാങ്ങിയാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പിന്നെ കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്തു. ആ സമയത്ത് കോൺഗ്രസ്സുകാരുടെയും ഈ മാധ്യമപ്രവർത്തകരുടെയും ആഹ്ലാദം കാണണമായിരുന്നു. ഒരു സീറ്റിൽ തുടർച്ചയായിട്ട് ഭരിച്ചവരാണ്. അല്ല, അതിന് മുൻപുള്ള കാര്യമാണ് ഞാൻ കടന്നു വരുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരന്തരം രാഹുൽ ഗാന്ധി അവിടെ പ്രചരണം നടത്തിയിരുന്നു. ഉടനെ തന്നെ മതേതരത്വം തിരിച്ചു വരുന്നു, ജനാധിപത്യം തിരിച്ചു വരുന്നു, സ്നേഹത്തിന്റെ കട വരുന്നു, അവിടെ 10 സീറ്റ് പിടിക്കുന്നു, അവിടെ AAPയും കോൺഗ്രസും തമ്മിൽ സർക്കാർ രൂപീകരിച്ച് BJPയെ പരാജയപ്പെടുത്തുമെന്നുള്ള വലിയ കാരണം രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇനി രാഹുൽ ഗാന്ധി ഇറങ്ങിയാൽ പിന്നെ അവിടെ ഇനി വേറെ ഒന്നും നോക്കാനില്ല. ആ രീതിയിലേക്കുള്ള വലിയ ഒരു എനിക്ക് തോന്നുന്നു ഈ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഈ മണ്ടൻ നേതാക്കളുമാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ പടുകുഴിയിൽ കൊണ്ടെത്തിക്കുന്നതാണ് എനിക്ക് സംശയം. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ചില പ്രസംഗങ്ങളിൽ മണ്ടത്തനം പറഞ്ഞാലും ചില കാര്യങ്ങൾ വാസ്തവമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് ഈ ലോക മണ്ടത്തരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ആ ജനം അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്തുകയാണ്. തിരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയെ പരാജയപ്പെടുത്തുന്നത് കണ്ടത്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ എല്ലാ നേതാക്കളും പറഞ്ഞു നടക്കുകയാണ്, ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷം നേടി, നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷം നേടി. അതെന്താ ഒറ്റയ്ക്കാണോ? അത് SP-യുടെ കഴിവ്. SP കാരണം അദ്ദേഹത്തിന്റെ മുലായം സിംഗിന്റെ മകൻ അഖിലേഷ് യാദവ് അവിടെ ഗ്രാമാന്തരം പോയി പ്രവർത്തിച്ചത് കൊണ്ടാണ് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ CPM അവകാശപ്പെടുകയാണ്. CPI ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് കേരളം പിടിച്ചതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണം? ഇവിടെ സംഘടനാ സ്വാധീനം ആർക്കാണ്? CPM-നാണ്. അവിടെ SFI DYFI അടക്കമുള്ള നേതാക്കൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെ CPM-ന് ഇവിടെ കേരളത്തിൽ സീറ്റ് ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് AOSF അങ്ങനെ എന്തോ അല്ല, അതെ, ചെറിയ ആ പാർട്ടിയുടെ പേര് തന്നെ അല്ലേ, ആ സംഘടനയുടെ പേര് തന്നെ അറിയില്ല. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ. ആ പാർട്ടിക്ക് SP-ക്ക് വലിയ രീതിയിൽ അടിത്തറയുണ്ട്. അവർ കൃത്യമായി ഇറങ്ങി അവിടെ പ്രവർത്തിക്കുകയാണ്. കേഡറുകളുണ്ട്. അവർ അതിനുശേഷമാണ് ഈ അവസാന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ആ സഖ്യം ചേരുകകൾ. ഒരു 6-7 സീറ്റ് ലഭിക്കുന്നു, അത് ഒരു സീറ്റ് രാഹുൽ ഗാന്ധിക്കും കിട്ടുന്നു. ആ പ്രവർത്തനമാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് നാം നോക്കാമല്ലോ. കാരണം അവിടെ ആ പരാജയത്തിൽ നിന്ന് BJP വലിയ പാഠങ്ങൾ പഠിച്ചു. അതിന്റെ ഒരു മുന്നേറ്റമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ച് കാണിക്കട്ടെ. അങ്ങനെ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത് ആ രീതിയിലൊക്കെ മാറ്റം സംഘടനാപരമായിട്ട് ദുർബലമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ അല്ലെ സാനിറ്ററി പാഡുകളിലെല്ലാം അദ്ദേഹത്തിന്റെ ചിത്രം. തരൂരിലേക്ക് തിരിച്ചു വരാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് തരൂർ ഈ രൂക്ഷമായ വിമർശനം ഗാന്ധി കുടുംബത്തിനാണ്, മീൻസ് ഇന്ദിരാഗാന്ധിയുടെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പരിധി നോക്കിയ ജ്യോതിരാദിത്യ സിൻഹ അടക്കമുള്ള പല പ്രമുഖ നേതാക്കളും ഇദ്ദേഹത്തോടൊപ്പം നിന്നിരുന്നു. അദ്ദേഹത്തിനെല്ലാം മനസ്സിലായി രാഹുൽ ഗാന്ധിയോട് നിന്നിട്ട് കാര്യമില്ല. അത് തന്നെയാണ് അവസാന ഘട്ടം ഇദ്ദേഹം തിരിച്ചറിഞ്ഞ് ശശി തരൂരിന് തിരിച്ചറിയുന്നു. ആ സത്യം മനസ്സിലാക്കിയാണ് നിരന്തര വിമർശനം. ഇപ്പോൾ ഒരു കാലത്ത് കോൺഗ്രസിനെതിരെയായിരുന്നു വിമർശനമെങ്കിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അത് നെഹ്റു കുടുംബത്തിന് നേരെയായിരിക്കുന്നു. അദ്ദേഹം നെഹ്റു കുടുംബത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസാനഘട്ട പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്.